സ്റ്റോറേജ് ടീച്ചർ ഒന്നുകൂടി എനർജറ്റിക് ആയിരുന്നു. അപ്പോൾ മറ്റുള്ള ടീച്ചർമാരുടെ പേരുകൾ എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ ഞങ്ങളെ ഡാൻസ് ടീച്ചർ കൂടെ ഉണ്ട്. എല്ലാവർക്കും ആ ഒരു ഫ്രഷ്നെസ് കൈവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഘം ഒരു പൂർവ്വ അധ്യാപക സംഗമം നടന്നു. 1935 സ്ഥാപിതമായ വിദ്യാലയമാണ്. നമ്മൾ 5 ബാച്ചാകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 500 തൊട്ട് 200 പേരെങ്കിലും വേണ്ട സ്ഥാനത്താണെന്ന് 35-40 പേരുള്ളത്. ഞാൻ ആരെയും പിന്നെന്താ പറയുക, നമ്മുടെ സ്കൂളിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട HM ജിബിൻ സർ, താങ്ക് യു. രാധാമണി ടീച്ചർ വീഡിയോ എടുത്തിട്ട് അശ്വതി വെള്ളക്കാന്നും കൂടി കൂട്ടണേ. എനിക്ക് തോന്നുന്നു
ആ സിനിമയിലൊക്കെ ഹരീഷ് കുമാറിന്റെ ഭാര്യയിലുള്ള ഒരു സഞ്ജയ് ടീച്ചർ ഉണ്ടല്ലോ അവിടെ സേവ്യർ ഏറെ സന്തോഷമുണ്ട്. കാരണം മിഥുൻ, ശബന ഒരുപാട് ദിവസമായി വിളിക്കുന്നു ഒന്ന് കാണണം പറഞ്ഞിട്ട്. അങ്ങനെയാണ് വരാൻ തീരുമാനിച്ചത്. എന്തായാലും ഇവിടെ വരാനും പഴയ നമ്മുടെ സദസ്സിലും അതുപോലെ സ്റ്റേജിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യാപകരെ, കുട്ടികളെ, വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി കുട്ടികളെ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. കാരണം തുടക്കം മുതലേ ഞാൻ അത് കണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സനലച്ചൻ, ഈ സ്കൂളിൻ്റെ HM ജിബിൻ സാറ്, നമ്മുടെ PTA പ്രസിഡന്റും ടീച്ചർ ഇംഗ്ലീഷ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ആ ക്ലാസ്സിൽ അധിക ദിവസം അടി കിട്ടും. ടീച്ചർ വടിയും കൊണ്ടേ ക്ലാസ്സിൽ വരിക. ടീച്ചർ വരുമ്പോൾ പ്രസംഗിക്കാനൊന്നല്ല വന്നത്, നമ്മൾ ടീച്ചർമാർ വന്നപ്പോൾ വരാതിരിക്കാൻ കഴിഞ്ഞില്ല അവിടെ ഇരിക്കുമ്പേ. പിന്നെ എൻ്റെ പേരിലും ഞാൻ ആശംസ അറിയിക്കുന്നു. പേടിച്ചിട്ട്, കാരണം ടീച്ചേഴ്സിന് തന്നെ ഇപ്പോൾ ഇവരെ തല്ലാൻ പറ്റൂല, അങ്ങനത്തെ ഒരു അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ടീച്ചേഴ്സിനൊക്കെ കാണാൻ, കൂടെ പഠിച്ച വിദ്യാർത്ഥികളെ കാണാൻ. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, പക്ഷെ എല്ലാവരും സംസാരിച്ചപ്പോൾ ഒരു സംസാരിക്കുന്ന ഒരാഗ്രഹം. എനിക്ക് നല്ല ഓർമ്മകാട്ടും കൂടുതലുള്ളത് ചീത്ത ഓർമ്മകളാണ്. കാരണം നമ്മളെ സ്വഭാവം അങ്ങനത്തെ സ്വഭാവം നല്ല പ്രായമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ സാറൊന്നും വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ എന്താ പറയാ ജോലി കാര്യങ്ങളൊന്നുമില്ല, സാധാരണ ജോലി കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് സ്കൂളിൽ പഠിച്ച ഒരുപാട് ടീച്ചറുണ്ട്. അങ്ങനെ ടീച്ചറുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, വിറക്കുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഇരുന്നിട്ട് പറയാ, അല്ല അവിടെ ഇരുന്നിട്ട് സംസാരിക്കും. ഇങ്ങോട്ടേക്ക് വാ. എല്ലാരും വന്നില്ല, അവരെന്താ വാ. എല്ലാ എൻ്റെ ടീച്ചേഴ്സിനും നമസ്കാരം. ഇവിടെ എത്തിപ്പെടാൻ പറ്റിയതിലും ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പോൾ ഇന്ന് വരേണ്ട ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് വന്നത്. അപ്പോൾ ഗ്രേസ് ആൻഡ് ടീച്ചർ പറഞ്ഞ പോലെ എഴുതാൻ ഇപ്പം ഇംഗ്ലീഷ് അത്യാവശ്യം നല്ലോണം എഴുതാനും വായിക്കാനാണ്. പിന്നെ അതുപോലെ കണക്കും എന്താ പറയാ, നുള്ളു കിട്ടി തല്ല് കിട്ടിയിട്ടും കുറേ സ്കൂളിൽ വരാതെ. പിന്നെന്താ വെച്ചാല് ഗ്രേസ് ആൻഡ് ടീച്ചറെ ഞങ്ങൾ ഇവിടെ ആക്കിപ്പോ എംബോഷൻ എഴുതിയിട്ട് ടീച്ചറെ ഇവിടെ റൂം ടീച്ചർ ഇവിടെ താമസം ഒരു എന്നെ സനത് സാറ്. ഞാൻ സ്പോർട്സിന് ഈ 4 ഫസ്റ്റും 1 സെക്കൻഡ് റിലേയടക്കം അങ്ങനെ കിട്ടി. അങ്ങനെ ഒരുപാട്. പിന്നെ ഞാൻ ഫസ്റ്റ് കൂടിനകത്ത് നായ കുരച്ചു. ഞാൻ 2004 ബാച്ചാണ്. ടീച്ചർമാരെല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നേരത്തെ പറഞ്ഞ ആൾ പറഞ്ഞതിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അതിൽ ഫസ്റ്റ് പറയാനുള്ളത് എൻ്റെ സിസ്റ്റർ പഠിപ്പിച്ച കൊണ്ട്രവടി വഴിയിലൊരു പാമ്പ്. അത് ഞാൻ ഏത് കോളേജിലോ ഇപ്പോഴും പാമ്പ് ചേനയല്ല ചേമ്പുമല്ല ചേന കണ്ടൻ പാമ്പ്. കാർത്തികേയൻ മാസ്റ്ററുടെ മൂത്ത മകൾ കാർത്തുവിന്റെ തോർത്തുമുണ്ട് കൂട്ടക്കല്ലിൽ കോർത്തു ചെട്ടിയാരും. അത്രയും അപ്പൊ എന്റെ ഇത്രയും കാലത്തെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഇങ്ങനെ. പിന്നെ എന്താ അതിനുശേഷം അതൊരു അനുഭവം വരിട്ടോ. പിന്നെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ കുറച്ച് പേരോ ഞങ്ങളെ എല്ലാവരും കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത്. അപ്പൊ എന്തായാലും ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ എല്ലാവരും കാണുന്നത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ ടീച്ചർമാർക്ക് ഒരു മാറ്റവും ഇല്ല എത്ര കാലത്തിന് ശേഷം.
ആദ്യമായിട്ട് ഇവിടുന്ന് അഞ്ചാം ക്ലാസ്സിൽ ഞാൻ 5B പഠിച്ചിട്ടുണ്ടായിരുന്നത്. 5ലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ജോൾ ടീച്ചറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. സത്യം പറയാലോ, ടീച്ചർക്ക് എനിക്ക് പേടിയില്ലായിരുന്നു. ടീച്ചർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം എന്തെങ്കിലും ചെറിയ എനിക്കിപ്പോഴും എൻ്റെ കണക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കുറേ സംഖ്യകൾ ഗുണിച്ചിട്ട് അവസാനത്തെ സംഖ്യ 0ആണ്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാനായിരുന്നു ജോൾ ടീച്ചർ ഭയങ്കര സ്നേഹമായിരുന്നു. എല്ലാ ടീച്ചേഴ്സിനും സ്നേഹമായിരുന്നു. അപ്പൊ ജോൾ ടീച്ചർക്ക് എന്നോട് നല്ല അടുപ്പുണ്ടായിരുന്നു. അതുപോലെ മുടി, നല്ല മുടി, ഞാൻ ഇപ്പൊ ഇന്നും നോക്കിയത് ആ മുടി അവിടെ ഉണ്ടാവാണ്. അപ്പോൾ അത്ര 6Bയിലായിരുന്നു ഞാന്. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ. ബഹുമാനപ്പെട്ട അധ്യാപകർ, എൻ്റെ സുഹൃത്തുക്കളെ, ഞാനിവിടെ 2003-ലാണ് 7ാം ക്ലാസ് കഴിഞ്ഞു പോയത്. ഇവിടെ ഞാൻ 3ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. 1ലും 2ലും ഞാൻ, എൻ്റെ അമ്മ ഇവിടെ അടുത്ത് സ്കൂളിലെ ടീച്ചറായിരുന്നു. അമ്മയുടെ കൂടെ. പക്ഷെ ഇവിടെ ഇരിക്കുന്നതിൽ ആനി ടീച്ചറും ജെസി ടീച്ചറും ആശ ടീച്ചറും 1ലും 2ലും ഒന്നും അല്ല. ഞാൻ അന്നൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല. സിസ്റ്റർ 2 പ്രാവശ്യം എൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുണ്ട്. സിസ്റ്റർ തീരെ കണ്ടിട്ടില്ല, കുറേ കാലത്തിന് ശേഷമാണ്. വിശിഷ്ട വ്യക്തികളെ, ടീച്ചേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ